Hi dears, Nishi's Kitchen Vlogs like swagatham. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ലൊരു സ്നാക്ക് ആണ്. ഇതിന്റെ പേര് പാത്ര. ഇത് നമ്മളെ താളിന്റെ ഇല കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഗുജറാത്തി സ്പെഷ്യൽ സ്നാക്ക് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു ബാറ്റർ ഉണ്ടാക്കണം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. അരിപ്പൊടി ചേർക്കാതെയും ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ഇത് ചെറിയ ജീരകം പൊടിച്ചാണ്, 1/4 ടീസ്പൂൺ അയമോദകം, ഇവിടെ അജ്വൈൻ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും, 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കൂടെ ചതച്ചെടുത്താണ് ഇത് ചേർക്കാം. ഇത് ചതച്ചെടുത്തത് 1 ടീസ്പൂൺ ഉണ്ട്. 1 ടീസ്പൂൺ വെളുത്ത എള്ള്, ഇത് ഒരു ചെറിയ ഉരുളപ്പുളി വെള്ളമൊഴിച്ച് കുതിർത്ത് പിഴിഞ്ഞെടുത്താണ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടിയോ ശർക്കര ഉരുക്കിയതോ ചേർക്കാം. ഞാനിപ്പോൾ ശർക്കര പൊടി ചേർക്കുന്നത്. 2 നുള്ള് സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ. ഇതെല്ലാം ചേർത്ത് ആദ്യം കൈ കൊണ്ട് ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുറച്ച് കട്ടിയുള്ള മാവായി കുഴച്ചെടുക്കാം. ഞാനിപ്പോ മാവ് ഈ പാകത്തിന് കട്ടിക്ക് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാ, അധികം ലൂസും അല്ല അധികം കട്ടിയും അല്ലാതെ പാകത്തിന്. ഇലയിൽ തേച്ച് പിടിപ്പിക്കേണ്ട മാവ് റെഡിയാണ്. ഞാനിവിടെ 3 താളിന്റെ ഇല കഴുകി വെള്ളം ഏകദേശം തോർത്തിയെടുത്തിട്ടുണ്ട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന താളിന്റെ ഇലയാണ്. ലഗേജിൽ കൊണ്ടുവന്നതിന്റെ പാടുകളിൽ ഉണ്ടാവും, അതിൽ ക്ഷമിക്കുക. നാട്ടിലവര് നല്ല ഫ്രഷ് ഇല എടുത്ത് ചെയ്തോ. നമ്മളെ നാട്ടില് താളിന്റെ ഇല താളാഞ്ചപ്പിലാന്നെല്ലാം പറയും. തെക്കൻ ജില്ലകളിൽ ചേമ്പിൻ താളെന്ന് പറയും. ഇനി ഇതിൽ നിന്ന് ഒരു താളിന്റെ ഇല ആദ്യം എടുക്കാം. ഉള്ളതിൽ വെച്ച് വലിപ്പം കൂടിയ ഇല ആദ്യം എടുക്കാം. ഇത് തിരിച്ചു വെക്കാം. ഇതിന്റെ ബാക്കിലെ ഈ തണ്ടിന്റെ കുറച്ച് മുകൾ ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച മാവിന്ന് കുറേശ്ശെ എടുത്ത് ഇതിൽ തേച്ച് പിടിപ്പിക്കാം. ഒരിലയിൽ മുഴുവൻ മാവ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഇല എടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡ് വെക്കാം. ഇതിന്റെ പുറത്തും മാവ് തേച്ച് പിടിപ്പിക്കാം. രണ്ടാമത്തെ ഇലയിലും മാവ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഇല വീണ്ടും ഓപ്പോസിറ്റ് സൈഡ് വെക്കാം. ഇതിന്റെ പുറത്തും മാവ് തേച്ച് പിടിപ്പിക്കാം, നേരത്തെ പോലെ തന്നെ. ഇനി ഇത് റോൾ ചെയ്യണം. ഇതിന്റെ 2 സൈഡിൽ നിന്നും ആദ്യം മടക്കി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കാം. ഇനി മറ്റേ സൈഡിൽ നിന്നും മടക്കി ഒട്ടിക്കാം. ഇങ്ങനെ മാവ് ഒട്ടി നിൽക്കും. ഇനി ഈ സൈഡിൽ നിന്ന് മടക്കാം. ഈ സൈഡിൽ നിന്നും മടക്കാം. ഈ മടക്കിയ സൈഡെല്ലാം മാവ് തേച്ച് പിടിപ്പിക്കാം. ഒട്ടാത്ത സൈഡെല്ലാം മാവ് തേച്ചാൽ ഒട്ടിക്കിട്ടും. ഇതിനി റോൾ ചെയ്യാം. മെല്ലെ ശ്രദ്ധിച്ച് ചെയ്യാം. ഈ ലാസ്റ്റ് മടക്കുന്ന ഭാഗത്ത് കുറച്ച് മാവ് തേച്ച് കൊടുക്കുക.
ഇനി മുഴുവനായി റോൾ ചെയ്ത് ഇങ്ങനെ ഒട്ടിക്കാം. ഇപ്പം മുഴുവൻ ഒട്ടിയിട്ടുണ്ട്. ഇതിനി കുറുകെ മുറിച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷം വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ തന്നെ ഡയറക്റ്റ് വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പം ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിനി മുറിച്ചെടുക്കാം. ഇതിങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഇത് മുറിക്കാൻ ഇങ്ങനെ ഇവിടെ ഈ വാളിന്റെ എഡ്ജ് പോലത്തെ കത്തി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ശ്രദ്ധിച്ച് മെല്ലെ മുറിക്കാം. എല്ലാം വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കുറച്ച് ചളിങ്ങിയിട്ടുണ്ടാവും. അത് കൈകൊണ്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഏകദേശം റൗണ്ട് ഷേപ്പ് ആക്കാം. പറ്റുന്ന പോലെ ആക്കാം. ഇതിനി ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ മേലെ ഇങ്ങനെ കുറച്ച് എണ്ണ കോരി ഒഴിക്കാം. മുങ്ങിക്കിടക്കാൻ എണ്ണ ഉണ്ടെങ്കിൽ ഇങ്ങനെ കോരി ഒഴിക്കണമെന്നില്ല. മുങ്ങിക്കിടക്കുന്നില്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ഇങ്ങനെ എണ്ണ കോരി ഒഴിക്കാം. ഒരു സൈഡ് കുറച്ച് ഫ്രൈ ആകുമ്പോൾ തിരിച്ചിടാം. ഇപ്പോൾ രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ട് പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഗുജറാത്തി പാത്ര റെഡിയാണ്. ഇനി വേറൊരു പ്ലേറ്റിൽ സെർവ് ചെയ്യാം. ഇനി ഇതിന്റെ മേലെ കടുക് താളിച്ചൊഴിക്കണം. ഒരു പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ വെളുത്ത എള്ളും കുറച്ച് കറിവേപ്പില ഇട്ട് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 നുള്ളു കായപ്പൊടി കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്ത് ഇത് പാത്രത്തിന്റെ മേലെ ഒഴിക്കാം. ഇതിന്റെ മേലെ കുറച്ച് ഫ്രഷ് തേങ്ങ ചെറുകിയതും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആണ്. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.